അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയമായ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ പണ്ഡിത മഹത്തുക്കളെ, ഈ ഒരു അസ്ർബ മുഹൂർത്തത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ആഗതരായിരിക്കുന്ന ഉദ്ദേശം ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കുകയാണ്. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ചെങ്കൽകോട്ട കപ്പലിൽ സിംഹഗർജനം. അതേ, ചെങ്കൽകോട്ട കപ്പലിൽ സിംഹഗർജനം. പിന്നെ ജബാലെ നീയരിക്കും കരുണ മാത്രമണ്ണ അഹദോനെ നിന്ന് സമിൽ നെഹദാ ഹംദ് പിന്നെ ജബാലെ നീയരിക്കും കരുണ മാത്രമണ്ണ അറബിൽ ചോര ചിന്തി ചരിതല ഫൈറുസിന്റെ കഥമായി ഓതിടുന്നേ വശികൾ നെഞ്ചി കൂടെ കടലാം നിന്റെ കരുണാം കണമാണ് വസന്തം തേടിയ വൃന്ദം ഏകിടാനന്ദം പൂകിടു ചന്തം. ഇഹമേ, ഇസ്ലാമിക ചരിത്രത്തിൽ താങ്കലിപ്പുകയാൽ ഉല്ലേഖനം ചെയ്ത മണ്ണ്, പാവണവീതിന്റെ പാരമ്പര്യം കൊണ്ട് മോഡം അടങ്ങിയ ഭൂമിക. അവിടെ അൽസന പ്രദേശത്തിലേക്ക് ഗ്രാമനിവാസികൾ പുതിയ ഒരു പുലരി വർത്തുന്ന തിരക്കിലാണ്. അകലെ ചക്രവാൽ സീമയിൽ എന്തോ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഉയർന്നു തൂകുന്ന പൊടിപ്പടങ്ങിൽ കെടുവിലെ വിതുരത്ത് ചെയ്യുന്ന കുതിരപ്പുറത്ത് കുതിച്ചു വരുന്ന മനുഷ്യരൂപം. ആൾക്കൂടനടുത്തതി തന്റെ കുതിരയിലേക്ക് കടങ്ങിറങ്ങിക്കൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണേ, ദൗത്യമേറിയടഞ്ഞവരാണ് ധീരനാം ഫൈറൂസെന്നോർക്കും കത്തുമായി വന്നതാണ്. തടം പറിച്ചിടുന്ന അത്ഭുതം പിടച്ചിടുന്ന ചഞ്ചു മറിച്ചു മത്തിനാലെ സുവവതൻ ആ കൽബ് തൂങ്ങിടുന്ന സൽവാർത്ത കേട്ട് പാടേ തൽസരം പിഴച്ചിടെ കഞ്ചുവപ്പാലെ പതിരം താരാം പുകണിയാ വിളനിടവേ തൽസരം പിഴച്ചിടെ കഞ്ചുവപ്പാലെ പതിരം താരാം പുകണിയാ വിളനിടവേ. ഞാൻ മദീനയിൽ നിന്ന് വരുന്നു. പുണ്യനബിയുടെ പട്യനാണ്. ആഗതൻ സ്വയം പരിചയപ്പെടുത്തി. ആരാണ് ഈ ഫൈറൂസ് തേലമി? തലക്കട്ടി നിൽക്കുന്ന അബൂഗൽ കീഴിലെ ജനക്കൂട്ടത്തിൽ നിന്ന് സുന്ദരനും സുമകനും ആരോഗ്യ ദൃഢനുമായ യുവകോമലൻ മുന്നോട്ട് വന്നു. ഞാനാണ് ഫൈറൂസ് തേലമി, എന്ത് വേണം? ആഗതൻ തന്റെ കയ്യിലുള്ള കത്ത് ഫൈറൂസിക്ക് കൈമാറി. ഇത് പുണ്യനബിയുടെ സന്ദേശമാണ്. ഫൈറൂസ് അത്ഭുത പ്രചന്ദ്രമായി വിറക്കുന്ന കൈകൾ അകവന്ന് തുറത്ത് വായിക്കുകയാണേ, റസൂലിന്റെ വിശാലത്താണ് പ്രിയദാനിൽ സലാമലൈക്കും നീടും സലാമിനായി വധിച്ചിടണം ക്രൂരാനസുവാദിൽ അറുത്തിടണം കാരം അറിഞ്ഞിടാൻ ഇടച്ചിടുന്നേ താമം പുലത്താനായി ഇറപ്പെടുന്നേ. പ്രിയങ്കരനും ഫൈറൂസ് തേലമിക്ക് മദീനയിൽ നിന്ന് മുഹമ്മദ് ബേദു നിന്നാൽ അങ്ങേ ഞാൻ ഒലുർന്നു നിൽപ്പിക്കുന്നു. കത്ത് വായിച്ചതും ഫൈറൂസ് തേലമിയുടെ ഹൃദയാങ്കൽ നിന്ന് രക്തനാളുകളിൽ നിന്ന് ആയിരം അഗ്നിജാലങ്ങൾ പടുപ്പിലെടുത്തു. സുബ്ഹാനല്ലാഹ്, ഞവലിന്റെ മണ്ണിൽ വിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങൾ വികലമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരത പരിവാരം അസ്വദ്ലാസിന്റെ പൊട്ടിച്ച് കലയാൻ തന്റെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതാണ് കത്തിന്റെ ഉദ്ഘാടനം. എനിക്കതിന് സാധിക്കുമോ? അസ്വദിന്റെ പൊറുവാരത്തെ പൊട്ടിച്ച് കലയാൻ പാവം ഈ ഫൈറൂസിക്ക് ശക്തിയുണ്ടോ? കരയണം ഫൈറൂസ്, കരയണം. അതല്ലെങ്കിൽ താരെന്തിനാ മുസ്ലിം ആയതെന്ന്. ഫൈറൂസ് തേലമിയുടെ ഹൃദയാങ്കിൽ നിന്ന് ഗർജനം അദ്ദേഹത്തിന്റെ ആത്മധൈര്യം പകർന്നു. എന്തോ തിരുമാറ്റി വെച്ചതുപോലെ അദ്ദേഹത്തിന്റെ കുതിരപ്പുറത്ത് കുതിക്കുകയാണേ. കൽബിൽ പൊല്ലിഞ്ഞ മോഹം ഉള്ളിൽ വിളിഞ്ഞ ദാഹം കൽബിൽ പൊല്ലിഞ്ഞ മോഹം ഉള്ളിൽ വിളിഞ്ഞ ദാഹം സബബല്ലി തിരലത്ത് പല്ലി സലാമു തേടി വന്നു റബ്ബിനാലെ റഹ്മാന സബബല്ലി തിരലത്ത് പല്ലി സലാമു തേടി വന്നു റബ്ബിനാലെ റഹ്മാന ഇലൈക നദറു ഐദിയനാ ഇലൈക നഫ്രിസ് അഫ്രിസനാ വകിനാ മിൻ സുറൂരി അലൈനാ വകിനാ മിൻ സുറൂരി അലൈനാ. ചികന്നു നിൽക്കുന്ന
നീണ്ട പല തോട്ടങ്ങളെയും ഉയർന്നു നിൽക്കുന്ന മഴക്കുണങ്ങളെയും പിന്നിലാക്കി ഫൈറൂസ് സലീം മുന്തിക്കുകയാണ്. ഷർറബയാത്ര നമ്മുടെ കഥാനായകൻ അസ്വദിന്റെ കൊട്ടാരത്തിന് മുമ്പിലെത്തി. ആരെയും അത്ഭുതപ്പെടുത്തുന്ന അമ്പര ചുംബി, ആർക്കും ഭേദിക്കാനാവാത്ത അസ്വദിന്റെ കൊട്ടാരം ചെങ്കൽ കൊട്ടാരത്തിന് മുമ്പിൽ സുരക്ഷാവന തീർത്തുമായി ഉളുത്തുകയാണ്. സായുധ സച്ചരായ പറവക്കാർ ഇല്ല ഇല്ല, ഇന്ന് ഇടത്ത് കടിക്കാൻ ആവില്ല, രാത്രി ആവട്ടെ എന്ന് ഫൈറൂസ് സലീമെ കാത്തിരിക്കുകയാണ്. പടിച്ചേരി ചക്രവാത്സ്യമേൽ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി. മുകളിൽ പള്ളിമിനാറുകൾ മുകളിൽ നിന്ന് മഗ്രിബ് ബാങ്ക് വിളിക്കുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം പിടിപ്പ് വർദ്ധിച്ചു. അദ്ദേഹത്തിന്റെ രണ്ട് കൈകൾ നാദിലേക്ക് പ്രാർത്ഥിച്ചു. നാദ, നിന്റെ അടിസ്ഥാപത്തിൽ നിന്റെ സംസ്ഥാപന വേണ്ടി ഈ പാവം ഫൈറൂസ് തുടങ്ങിയിരിക്കുന്ന നാദ, റബ്ബേ നീ സഹായം ചൊരിയാൻ റഹ്മാനെ, നീ സഹായം ചൊരിയാൻ റഹ്മാനെ. ഇരുട്ടിന്റെ കാർദുതൽ ഭൂമിയിലേക്ക് അടർന്നു വീണു. ഇരുത്തുള്ള മൂർച്ചയുള്ള കട്ടാരയും കയ്യിലെടുത്ത് പറവക്കാരെ കണ്ണു വെട്ടിച്ചുകൊണ്ട് കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഗാഠനിദ്രയിലാണ്. ശത്രുവിനെ കണ്ടപ്പോൾ തന്റെ കയ്യിലുള്ള കട്ടാരയും അസ്വദിന്റെ ശിരസിലേക്ക് കയറ്റി തിരിച്ചു പറഞ്ഞത് കുന്തിവിനെ ചേർത്താണ്. കൊട്ടാരത്തിന്റെ മുകളിലേക്ക് കയറി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലികൾ അർഗജിന് പ്രകമ്പനം കൊടുത്തു. തല നിൽക്കുന്ന പറവക്കാർ ഇല്ല ഇല്ല, ഇനി ഒരു രക്ഷയുമില്ല, കീ അടങ്ങുക തന്നെ ചെയ്യണം. പാടിഞ്ഞമനിൽ മണ്ണിൽ ദിനീൻ പുകൾ പാടിടാം ജനജനത്തെയും വരയും തിരമിൽ പരമതി കണ്ടൊരു ചെയ്തരാം ധൈര്യകമിരുന്നൊരു നായകരാം യമനിൽ മണ്ണിൽ ഉശിരോടും കൽവിൽ നിറയും പൊലിയോടും അലത്തിലല്ല അനുഗ്രഹത്താൽ നമനിന്നേകിയ നിമത്ത് അലത്തിലല്ല അനുഗ്രഹത്താൽ നമനിന്നേകിയ നിമത്ത്. ഇതോടുകൂടി ഈ കഥാപ്രസംഗം തിരശീല വീടുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.